എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഞണ്ട് റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞണ്ട് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്നും അത് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുമാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ പിന്നെ നമുക്കിനി വീഡിയോ കാണാം. നമുക്കിവിടെ 1.5 കിലോ ഞണ്ടാണുള്ളത്. ഇത് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ഞണ്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞണ്ടിൻ്റെ താഴെ ഭാഗത്ത് വരത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഞണ്ട് ഇതുപോലെ നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാംസം ഒട്ടും പോകാതെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഇത് തിളയ്ക്കുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് ഇടാം. തിളച്ച് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് കൂടി അടുപ്പത്ത് തന്നെ വയ്ക്കാം. ഇപ്പോൾ ഞണ്ട് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയിട്ട് ഇത് നമുക്ക് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഞണ്ടിൻ്റെ വലിയ കാലുകൾ രണ്ടും ഒടിച്ചെടുക്കണം. അകത്തോട്ട് ഇതുപോലെ ഒടിച്ചാൽ മതി. വലിയ കാലുകൾ മാംസം ഉള്ളതാണ്. അത് നമ്മൾ അവസാനം പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ചെറിയ കാലുകൾ അകത്തോട്ട് ഒടിച്ചെടുത്തിട്ട് കളഞ്ഞാൽ മതി. അതിൽ മാംസമില്ല. ഇനി നമ്മൾ ഇതിൻ്റെ പുറന്തോട് ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് കുത്തിയിട്ട് കൈ കൊണ്ട് പൊളിച്ച് മാറ്റണം. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ നെയ്യൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ പൊളിച്ച പുറന്തോട് നമുക്ക് കളയാം. ഇനി ഇതിൻ്റെ പുറമേ കാണുന്ന ഈ അല്ലി പോലെയുള്ളത് നമ്മൾ പറിച്ച് കളയണം. ഇത് നമ്മൾ ഉപയോഗിക്കാറില്ല. ഇനി ഇത് രണ്ടായിട്ട് നമുക്കൊന്ന് മുറിച്ചിടാം. ചില ഞണ്ടുകൾ പൊളിക്കുമ്പോൾ ഓറഞ്ച് കളറിൽ ഇതുപോലെ കാണാൻ പറ്റും. ഇതിന് പൊന്നെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് വളരെ രുചിയുള്ളതുമാണ്. ഇതിൻ്റെ സൈഡുകളിലൊക്കെ ഇതുപോലെ പൊന്ന് കാണും. അതും നമുക്ക് കൈകൊണ്ട് അടർത്തിയെടുക്കാം. അല്ലെങ്കിൽ കത്തി കൊണ്ടാണെങ്കിലും നമുക്ക് കുത്തിയെടുത്താൽ മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വലിയ കാലുകൾ പൊട്ടിച്ച് അതിൻ്റെ മാംസം എടുക്കുകയാണ്. ഇതുപോലെ വെച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെയൊന്ന് തട്ടിയിട്ട് തൊണ്ട് പൊളിച്ച് അതിലുള്ള മാംസം ഇതുപോലെ എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിലുള്ള മാംസം എളുപ്പത്തിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കാല് പൊട്ടിച്ച് മാംസം എടുക്കുകയാണെങ്കിൽ ഇതിൽ അരപ്പ് നന്നായിട്ട് പിടിച്ച് കറി നല്ല ടേസ്റ്റായിട്ട് വരും. കാല് നമ്മൾ പൊട്ടിക്കാതെ ഇട്ടാൽ ഇതിൽ അരപ്പ് പിടിക്കത്തില്ല. അപ്പോൾ അതിൻ്റേതായ രുചിയും കുറവ് വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കറി നല്ല ടേസ്റ്റിൽ കിട്ടും. ഇപ്പോൾ കാലൊക്കെ മുഴുവൻ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കഴുകുമൊന്നും വേണ്ട. ഇനി ഇത് റോസ്റ്റ് ചെയ്യാനുള്ള ചേരുവകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിന് നമ്മൾ സവോള ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ചുവന്നുള്ളിയാണ് ചേർക്കുന്നത്. സവോള ചേർത്താലേ ഇതിനൊരു മധുരസ്വാദ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1/4 കിലോ ചുവന്നുള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി 2 കുടം വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്ത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം കീറി വെച്ചിട്ടുള്ളത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി,
1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മുളക് പൊടിയും കുരുമുളക് പൊടിയും ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടാം. നമ്മൾ അല്പം എരിവ് കൂട്ടിയാണ് ചെയ്യുന്നത്. അല്പം എരിവ് കൂടി നിൽക്കുന്നതാണ് ഞണ്ടിന് രുചി. ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇഞ്ചി ഇത്രയും നമുക്ക് ചേർത്ത് വഴറ്റിയെടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ചേർക്കണം. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് ഒത്തിരി വഴന്ന് കളർ മാറണ്ട. ഉള്ളിയൊക്കെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ പൊടി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. പൊടി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഞണ്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാണ്. ഞണ്ട് നമ്മൾ നന്നായിട്ട് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനൊന്നും നമ്മൾ വെക്കണ്ട. അരപ്പ് പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് അടുപ്പത്ത് വെച്ചാൽ മതി. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി അടുപ്പത്ത് തന്നെ വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൂട്ടാം. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയുമായി വേഗം തന്നെ കാണാം. താങ്ക്